ഇന്നത്തെ നമ്മളെ പണി റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലാണ്. നമ്മൾ UV ഷീറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ ഇട്ടാ കേട്ടോ. അപ്പൊ ക്ലീൻ ചെയ്ത് പോകുന്നത് നല്ല വെളിച്ചമുണ്ട്. അപ്പം ചെടികൾക്കൊക്കെ നല്ല സൂര്യപ്രകാശം തട്ടുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുഴുവനായിട്ടൊന്നും പറ്റില്ല, എന്നാലും പറ്റുന്നതൊക്കെ നമ്മൾ വൃത്തിയാക്കി. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ കളകൾ മുളയ്ക്കുന്നതുകൊണ്ട് നമ്മൾ ഷീറ്റ് വിരിച്ചു കേട്ടോ. ഇവിടെയൊക്കെ ചട്ടി വെക്കാനാണ്. അപ്പൊ ഇത്രയും ഭാഗത്ത് നമ്മൾ ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അന്ന് നമ്മൾ ചട്ടി നിറച്ചതൊക്കെ ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ നമ്മൾ വഴുതന നട്ട ഈ ഏരിയയുടെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചതാണ്. അപ്പൊ ഇതൊക്കെ എടുത്തിനി ആ ഷീറ്റിലേക്ക് ഓർഡറിൽ വെക്കണം. അപ്പൊ നാസർക്ക് അത് അതിൻ്റെ ഉള്ളില് തട എടുക്കുന്നുണ്ട്. ചെറിയ 2 റൗണ്ടിലുള്ള തട, വട്ടത്തിലുള്ള തട എടുത്തത് ഇവിടെ കണ്ടില്ല നമ്മള്. മത്തനാണ് ഇനി മുകളിൽ കയറ്റുന്നത്. അപ്പൊ മത്തന്റെ ഇവിടെ നമ്മള് വിത്ത് കുത്തി മുളപ്പിച്ചാണ്. 1-2 മത്തന്റെ തയ്യ് നമ്മൾ ട്രേലല്ല ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അതവിടെ നട്ടു കൊടുക്കണം. നാസർക്ക് അവിടെ അത്ര പോരാ, 2 കൂട്ടം മതി. അപ്പൊ നമ്മൾ മത്തൻ നട്ടു കൊടുക്കുന്ന തടത്തിൽ വളം ഇട്ട് കൊടുക്കട്ടെ. ആട്ടിൻകാഷ്ടാട്ടോ. ആട്ടിൻകാഷ്ടം അധികം പൊടിഞ്ഞിട്ടില്ല, പൊടിഞ്ഞതൊക്കെ കഴിഞ്ഞ്. ഇത് എന്നാലും മണ്ണിലായി കഴിഞ്ഞാൽ ഈ പിടിച്ചിട്ടിക്കോളും. ഇതാ ഒന്ന് ഇളക്കി കൊടുത്താൽ കേട്ടോ. നടുമ്പോ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ആട്ടിൻകാഷ്ട. ചാണകത്തിനെക്കാട്ടിയും പച്ചക്കറിക്കൊക്കെ ഏറ്റവും നല്ലത്. തൈകൾ എടുത്തിട്ട് വരട്ടെ. ഈ ചട്ടികളോട് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇത് വേഗനി നമ്മളെ ഷീറ്റ് വിരിക്കുന്നതുകൊണ്ട് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചത്. എങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല, വഴുതനെയാണ് ഇതൊക്കെ. കുറച്ച് വിട്ടു വെക്കുക വേണം. തൈ നോക്ക്, ഇതമ്മ ചട്ടിയിൽ നട്ടു കൊടുത്ത കുറച്ച് നടാൻ വേണ്ടിയിട്ട് തന്നെ വിത്ത് ഇതിലും വെച്ചു. നല്ല വളർന്നിട്ടുണ്ട്. ഈ തൈയൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്ന അറിയാം, വെളിച്ചക്കുറവ് കാരനാണ്. ഇനി ആ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ UV ഷീറ്റ് ക്ലീൻ ചെയ്തപ്പം നല്ല വെളിച്ചം തട്ടുന്നുണ്ട്. ഇതൊന്ന് ലെവലായിക്കോട്ടെ. ഇവിടെ ഒരു ചട്ടി, ഇങ്ങനത്തെ ചട്ടി കൊണ്ട് നമുക്ക് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നടാൻ പറ്റും കേട്ടോ. ഒറ്റ വിത്തൊക്കെ വെക്കാൻ പറ്റിയ ചട്ടിയാ. എന്നാൽ കറക്റ്റ് നടുന്ന ഭാഗം വരെ നമുക്ക് ഇതിലിങ്ങനെ നിർത്താം. ഇവിടെ അതാ ഷമാമിന്റെ വിത്ത് നട്ടു കൊടുത്താ കേട്ടോ. മുളച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നട്ടു കൊടുത്താക്കാം അല്ലെ, ഒന്നാവണം, കുറച്ചുകൂടെ വലുതാവാനുണ്ട്. അപ്പൊ ഇങ്ങനെ പാവിയതും മുളപ്പിച്ച ചട്ടികളൊക്കെ നമുക്ക് ഒരു ഭാഗത്തേക്ക് ആദ്യം എടുത്തു വെക്കണം. ഇതൊക്കെ നമ്മൾ ഷീറ്റ് വിരിക്കുന്നതുകൊണ്ട് അപ്പുറം സൈഡിലൊക്കെ അടുപ്പിച്ച് വെച്ചതാ. അപ്പൊ ആദ്യം നമുക്ക് ഇതുപോലെ തൈകള് ഇതൊക്കെ നമ്മൾ പോക്ക് തൈ നടാനൊക്കെ ഉള്ളത് ട്രേയിൽ നിർത്തിയതാണ്. ക്യാബേജ് തൈകൾ ഇപ്രാവശ്യം കുറച്ച് മോശമായിട്ട് നമുക്ക് കിട്ടിയത്. കുറെ ഒരു ട്രേയോളം പോക്ക് തൈ നട്ട് ബാക്കിയുള്ളതാണിത്. തക്കാളിയൊക്കെ ഇതൊക്കെ നമുക്ക് പോകുന്നതനുസരിച്ച് നട്ടു കൊടുക്കാനുള്ള. അത് അങ്ങനത്തെ ഒക്കെ എടുക്കിയതാ. മുളകും തൈ മുളപ്പിച്ചില്ല അത്, അല്ലെ ചെറുതില്. അത് അപ്പുറത്തെ അതൊക്കെ എടുക്കി. ഇതൊക്കെ നമുക്ക് ആദ്യം ആ ഫസ്റ്റിൽ ആ സൈഡിൽ വെക്കാം. എന്നിട്ട് ചട്ടികൾ ലെവലാക്കി വെച്ച് വരാം. ശരിക്കും നമ്മള് റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ ചെറിയ നഴ്സറിയും കൂടെയാണ്. മുളപ്പിച്ചതും ഇതുപോലെ കൊണ്ടുവെക്കാനൊക്കെ ആയിട്ട് വളരെ ഉപയോഗം. എന്താ വെച്ചാൽ പുറത്ത് വെച്ചാൽ നല്ല മഴ കിട്ടും. മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ തൈകളൊക്കെ പെട്ടെന്ന് കേടായിപ്പോ. എല്ലാം വെച്ചില്ലേ? ഇനി എന്നാലും നമുക്ക് ഒരു തലേന്ന് വഴുതന വെച്ചുതരാം. എല്ലാ വഴുതന എടുത്തോളൂ കേട്ടോ ആദ്യം. ഈ ട്രേയിലുള്ള മുളകാണ് നമ്മൾ ഈ ചട്ടിയിലൊക്കെ നട്ടത്. കാണുമ്പോൾ ഒരു കരുത്തും ഇല്ലല്ലോ. ഈ ബുള്ളറ്റ് മുളക് ഇങ്ങനെയാണ് കേട്ടോ. ഇത് വളമൊക്കെ പിടിച്ചെന്ന് റെഡിയായി വരും. പക്ഷെ ചെടി കാണുമ്പോൾ കണ്ടില്ലേ, ചെറിയ തൈയൊക്കെ ഒരു കരുത്തില്ല. നമ്മുടെ സിറാമുളകൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. പുറത്ത് നട്ടൊക്കെ, പുറത്ത് ചട്ടിയിൽ നട്ടൊക്കെ ഉണ്ട്. അത് ഈ മുളകിന്റെ ഒരു പ്രത്യേകത. പിന്നെ പെട്ടെന്ന് ഇലമുരടിപ്പ് ഇലചൊള്ളിച്ചൊക്കെ വരുന്നൊരു മുളകാണ്. എന്നാൽ നമുക്ക് ഇത് നട്ടു കൊടുക്കാമായിരുന്നു. എല്ലാം നമ്മൾ എത്ര ഇങ്ങനെ മുരടിപ്പൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കും. അപ്പൊ നമ്മള് ചട്ടികളൊക്കെ ഇപ്പൊ കുറച്ച് അടുപ്പിച്ച വെച്ചിട്ടുള്ളത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൊത്തം ചട്ടികളും കുറച്ച് വിട്ടു വെക്കാനുള്ള സ്ഥലം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ കുറച്ച് അടുപ്പിച്ചത് തൈകളൊക്കെ ഒന്ന് വലുതാകുന്ന സമയത്ത് വഴുതനയ്ക്കൊക്കെ നമ്മള് ഈ ഒരു ഗ്യാപ്പ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കണം. ഇവിടെയൊക്കെ കുറച്ച് അടുത്തിട്ടാ. തൈകൾ വലുപ്പമാകുമ്പോഴത്തേക്ക് മതി. മുളകൊക്കെ കുറച്ച് വിട്ടു വെക്കണം. പിന്നെ നമുക്ക് നടക്കാനുള്ള ഗ്യാപ്പ് ഇതിലിങ്ങനെ വിട്ടിട്ടുണ്ട്. കെയില് ഇല നുള്ളിയിട്ട് അടുത്തതായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങോട്ട് കെയിലും പിന്നെ കുറച്ച് കെയിലിന്റെ രണ്ട് ചട്ടിയിലും കെയിലുണ്ട് കേട്ടോ. ഇത് പോയിട്ടിപ്പം കെയില് റെഡിയാക്കി കൊണ്ടുവരികയാണ്. 4-5 കഷ്ണം കുത്തിയിട്ട് 2 കഷ്ണത്തിലാണ് ശരിക്കും പിടിച്ചു വന്നത്. ഇവിടെ കുറച്ച് ഗ്രോ ബാഗ് ഉണ്ട്, അതിലൊക്കെ പച്ചമുളകിന്റെ തൈ നട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ അടുത്ത പണി ഇതാണില്ല, നമ്മൾ വഴുതന നട്ടത് അതിന്റെ ഇടയ്ക്കൊക്കെ ഇതാ ഷീറ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ കള വരും കേട്ടോ പെട്ടെന്ന്. അപ്പൊ അതൊക്കെ നമ്മൾ കള ചെത്തി ചെറുതായിട്ടൊന്ന് മണ്ണ് ഇങ്ങനെ ചെടിയുടെ അടിയിലേക്ക് വെച്ചു കൊടുക്കണം.
അധികം വിട്ടിട്ടല്ല, ഒരു തടം പോലെ അങ്ങനെ ആക്കി കൊടുക്കണം. അപ്പൊ ഈ പണികളൊക്കെ വേഗം തീർക്കട്ടെ. അപ്പൊ ഇതാ നമ്മുടെ റെയിൻ ഷെൽട്ടറിൽ ഇപ്പോഴുള്ള കൃഷികൾ, ചട്ടിയിലെ പച്ചക്കറി കൃഷിയുണ്ട്. ഇപ്പുറം സൈഡിൽ നമ്മൾ ഇതിനിടയ്ക്ക് കാണിച്ചാണ് ചേനയുണ്ട്, ചേമ്പുണ്ട്, ലാസ്റ്റ് നമ്മൾ അസോള സെറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ മത്തം കയറ്റുന്നുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങളാണ് റെയിൻ ഷെൽട്ടറിൽ ചെയ്യുന്നത്. അപ്പൊ റെയിൻ ഷെൽട്ടർ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വ്യത്യസ്ത കൃഷികൾ ഒരേ സമയം ചെയ്യാൻ സാധിക്കും, പ്രത്യേകിച്ച് മഴക്കാലത്ത്. പിന്നെ വേഗം നമ്മൾ ഇതിനൊക്കെ മണ്ണൊക്കെ കയറ്റി സെറ്റ് ആക്കട്ടെ കേട്ടോ. അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.